ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു മുട്ടക്കറി ട്രൈ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അത് ട്രൈ ചെയ്തിട്ട് സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും അപ്ലോഡ് ചെയ്യും കേട്ടോ ഈ ഒരു വീഡിയോ. ഞാൻ കുറച്ച് ദിവസമായി വിചാരിക്കുന്നു അങ്ങനെ ഒരു ട്രൈ ചെയ്യണമെന്ന്. അപ്പം നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. പക്ഷേ കൊള്ളാമെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ. എൻ്റെ മാത്രം പരീക്ഷണമാണ് കേട്ടോ ഇത്. ഇതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 4 മീഡിയം ടൈപ്പ് സവാളയാണ്. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പച്ചമുളകല്ല, ഒരു വലിയ പച്ചമുളക്, ഒരു കുഞ്ഞ് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മുട്ടയാണ്. മുട്ട സാധാരണ നമ്മളിത് അവിച്ചാണ് ഇടാറുള്ളത്. ഇത് അവിക്കുന്നില്ല, അല്ലാണ്ടാണ് വെക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സവാളയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കുഞ്ഞ് തക്കാളിയും കൂടെ എടുത്ത് നമുക്ക് അതിൻ്റെ കൂട്ടത്തിലൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതിൽ നിന്നൊരൽപ്പം നമുക്കെടുത്ത് മാറ്റി ഒന്ന് ചൂടാറാൻ വെക്കാം. ബാക്കി കുറച്ച് നമുക്കിതിലുണ്ട്. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരൽപ്പം കുരുമുളക്, ഒരൽപ്പം പെരിഞ്ചീരകപ്പൊടി, ഒരൽപ്പം ഗരം മസാല, ഒരൽപ്പം മല്ലിപ്പൊടി കുറച്ചിട്ടാൽ മതി. ഇനി കുറച്ച് മുളക് പൊടി, ഇനി കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഒരൽപ്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കും. നമ്മൾ മാറ്റി വെച്ച ഒരു വഴറ്റിയത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അടിച്ചിട്ടുണ്ട്. അത് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കും. ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിക്കുന്നുണ്ട് നമുക്ക്, കാരണം കുറച്ച് ഗ്രേവിയുടെ ആവശ്യമുണ്ട്. ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനൊരു കുഞ്ഞ് കഷ്ണം ചിക്കൻ ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തിള വന്നതിന് ശേഷം നമുക്കൊരു 4 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഒരുവിധം ഇതൊക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കൊരു നല്ല കട്ടിയുള്ളൊരു തേങ്ങാപ്പാൽ കുറച്ച് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. വെന്തതിന് ശേഷം മാത്രം ഒഴിക്കുക കേട്ടോ. എന്നിട്ട് പതിയെ ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി നമുക്ക് ക്ലിയർ ചെയ്യാം. അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. തീ ഒന്ന് ഓഫാക്കിയതിന് ശേഷം ഇതിലോട്ട് ഒരു മല്ലിയില കറിവേപ്പിലയും കൂടെ ഒന്ന് തൂക്കി കൊടുക്കാം. അങ്ങനെ മുട്ടക്കറി കുറുമ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേറൊരു ബൗളിലോട്ടൊന്ന് സെർവ് ചെയ്യാം.